ഹലോ നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു രാവിലെ 6:30 ഉണ്ടാവും. എണീറ്റു 6:30 ആവാൻ പോണു. നമ്മളിവിടെ എണീക്കണം. വീടിൻ്റെ അവസ്ഥ പരിതാപകരം ഹേ. അപ്പോൾ രാവിലെ എനിക്കൊന്ന് ഇവിടെ വെക്കുന്നു വൃത്തിയാക്കണം. കുട്ടികളങ്ങനെ എണീക്കണേന് മുമ്പ് കാണിച്ചു തരാം. ബേബി ഇപ്പോഴും ഉറങ്ങാം. ഇന്നലെ 12 മണി. സാധാരണ ടോയ്സ് രാത്രി തന്നെ എടുത്ത് വയ്ക്കാറുണ്ട്. ബട്ട് ഇന്നലെ അവൻ ഉറങ്ങുമ്പോൾ തന്നെ 12 മണി. സാധാരണ വിഷ്ണു അവനെയും കൊണ്ട് ഉറക്കാൻ പോകുമ്പോഴെല്ലാം ഇവിടെ വൃത്തിയാക്കാറ്. അപ്പോൾ രാവിലെ എനിക്ക് അടിച്ചു വാരി തുടയ്ക്കാം. അപ്പോൾ ഹെലു ഡേ 2 ഇനി 30-35 ആ റേഞ്ച് മണിക്കൂറുകൾ ബാക്കിയുണ്ട്. അപ്പോൾ നോക്കാം ഡേ 2 എങ്ങനെ പോകേണ്ടതെന്ന്. അപ്പോൾ ശരി, കുട്ടി എണീക്കുമ്പോൾ കാണാം. എനിക്ക് തോന്നുന്നു ഒരു 7:30 ഒക്കെ ആകുമ്പോൾ എണീക്കായിരിക്കും. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ വേഗം. സമയം ഇപ്പോൾ 11:30. രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞു. ഇനി ഉച്ചക്കിലേക്ക് ഉണ്ടാക്കണം. പിന്നെ ഇതുപോലത്തെ എന്തെങ്കിലും ഞാൻ ഇന്നേ വരെ കൊടുക്കാത്തൊരു സാധനമാണ്. അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റിന് സമാധാനം ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ നമുക്ക് പണി തീർക്കണം. ഇനി ഉച്ചക്കലത്തെ പണിയെടുക്കാം. സൂപ്പ് ആവാൻ വെച്ചിട്ടുണ്ട്. നല്ല തൊണ്ടവേദനയൊക്കെ ഉണ്ട്. അതായതിനു ശേഷം കുടിച്ചിട്ട് നമുക്ക് പരിപാടിക്ക് തുടങ്ങാം ഇല്ലേ. 15 മിനിറ്റ് ആളുടെ ഇൻട്രസ്റ്റ് കഴിഞ്ഞു. അതവിടെ അനാഥമായി കിടക്കുന്നുണ്ട്. ശരി, എന്നാൽ നമുക്ക് ഉച്ചക്കലത്തെ പണിക്ക് നിൽക്കാം. തരാ. പിന്നെ നമ്മൾ 36 hours സോളോ അല്ലേ അമ്പാടി? യെസ്, ഇങ്ങനെ പറയാ. യെസ്, അലമ്പാണ് ചെക്കൻ. പറ 30.
ഇങ്ങനെ ചുരുക്കം പുഴുകാൻ അങ്ങനെ ചുരുക്കുക. ഇങ്ങനെ 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 ഇങ്ങനെ. അങ്ങനെ നമ്മൾ 35 hours സർവൈവ് ചെയ്തു സോളോ. എനിക്ക് മതിയായി, ക്ഷീണിതം ആയി അല്ലേ അമ്പാടി? യെസ് യെസ്. വയ്യ, ബോറടിക്കുന്നു. കുട്ടിയുടെ അച്ഛനെവിടെ? അച്ഛ എവിടെ? അച്ഛ നമ്മളിവിടെ എക്സ്പ്രഷൻ ഇട്ട് കളിക്കുക. ശരി, അപ്പോൾ 7 o'clock, അതായത് 35 hours സോളോ അല്ലേ അമ്പാടി? 35 മതിടാ. ഓക്കെ, ബൈ പറ. ബൈ അമ്മ. മുട്ടി സാരല്ലേ, പോട്ടെ. ചെയ്തിട്ടല്ലേ, കുറുമ്പ് കാട്ടിട്ടല്ലേ. ശരി എന്നാ. അങ്ങനെ ഫൈനലി കുട്ടി ഇന്നത്തെ ദിവസം ഉറങ്ങി. കാണില്ല നിങ്ങൾക്ക്, ഇവിടെയുണ്ട്. അപ്പോൾ ശരി എന്നാൽ ഡേ 3ലേക്ക് നമുക്ക് നാളെ രാവിലെ കാണാം. നല്ല അടിപൊളി പണി കിട്ടി. കുട്ടി രാവിലെ 4 മണി തൊട്ടിട്ട് ഒരേ കാഴ്ചയിൽ കുട്ടിക്ക് പുള്ളി പിടിച്ചു. അങ്ങനെ ഡേ 3 പരാജയപ്പെട്ടു. നമ്മൾ ഗിവ് അപ്പ് ചെയ്തു. സമയം 2 മണിയായി ഉച്ചയ്ക്ക്. കുട്ടി ഇത് ഫൈനലി ഉറങ്ങി. നല്ല ജലദോഷം വന്നിട്ടുണ്ട് പാവം. ഫുള്ളിങ്ങനെ മൂക്കടഞ്ഞിട്ട് മുന്നിരിക്കുന്നുണ്ട് ഫുൾ ഡേ. നോക്കാം നമുക്ക്. വിഷ്ണു എത്താറായി. വിഷ്ണു എയർപോർട്ട് എത്തിയെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രം. ആരേതമ്പാടി? വയ്യാട്ടോ അതിന്. അച്ഛയുടെ അച്ഛ ശരി, അച്ഛൻ കാലും മുഖം കഴുകിയിട്ട് വരട്ടെ.